Welcome to Sumi Talkies. ബ്ലാസ്റ്റ് കണ്ടു കേട്ടോ. ഒരു റിയൽ ബ്ലാസ്റ്റ് തന്നെയായിരുന്നു ഈ സിനിമ. തുടക്കത്തിലേ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു റെക്കമെൻഡേഷനാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ വാച്ചാണ്. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ആക്ഷൻ ത്രില്ലറാണ്. കരാട്ടെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ഒരു കരാട്ടെ ഫാമിലി. നമ്മൾ ഈ സിനിമ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് OTT-ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഒരു പഞ്ചസിൻ്റെയൊക്കെ ആ ഒരു കിക്കൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ഇതിൽ ബ്ലെൻഡ് ആവണം. ഇതിൽ മിക്സായിട്ട് പോയാലേ നമുക്ക് ആ ഒരു കറക്റ്റ് സാധനം കിട്ടുള്ളൂ. അത് KGF-ഉം മാർക്കൊക്കെ ചെയ്തിട്ടില്ല. രവി ബസ്റ്ററാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. എന്ത് രസമാണെന്നറിയോ, അങ്ങനെ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്തിട്ട് പോകും. ഒരുപാട് ടോൺ ഇങ്ങനെ ഡിഫറെൻ്റ് ആവുന്നുണ്ട് ഈ സ്കോറിൽ. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ലൂപ്പിലിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഈ ആക്ഷനും ഈ ഒരു സ്കോറും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പോൾ എന്താണ് ഈ സിനിമയുടെ സ്റ്റോറി? ഭയങ്കര സംഭവമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ ഒന്നുമില്ല കേട്ടോ. ഇതൊരു ഡെബ്യൂ ഡയറക്ടറുടെ ഫിലിമാണ്, സുഭാഷ് കെ രാജ്. എന്താണ് സുഭാഷിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ല. കാരണം ചില ന്യൂവാൻസസ് ഉണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് വളരെ സാധാരണമായിട്ട് നമ്മൾ കണ്ടുമടുത്തൊരു തീമിലേക്ക് ഒരു ചില കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയില്ലേ, അതാണ് ശരിക്കും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ അത് നമ്മൾക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നുക. ആ എൻട്രിയൊക്കെ നമ്മൾ ചില ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി അവരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. നമ്മൾ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കും. அவங்க அப்பா ஒரு சாதாரண ஹெட்மாஸ்டர், அவங்க அம்மா வீட்ல இருந்தே வேலை செய்யற ஒரு டெய்லர். அந்த பொண்ணு அப்பா அம்மாவோட வீட்டுலனா இருக்கா. സപ്പ ഫാമിലിനാ അത്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞ സംഭവമാണ് ഈ കരാട്ടെ. അതായത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന സംഭവമാണ്. എവിടെയെങ്കിലും ഒരു മാഫിയ ഉണ്ടായിരിക്കും, അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് ഒരു ഹീറോ ഉണ്ടായിരിക്കും. ഇവിടെ ഹീറോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കരാട്ടെ അറിയുന്ന ഒരു ഫാമിലി. അതായത് നമ്മുടെ ആക്ഷൻ കിങ് ആയിട്ടുള്ള അർജുൻ സർജയാണ് ഒരു കരാട്ടെ മാസ്റ്ററാണ്. അപ്പോൾ ആളുടെ ഭാര്യയാണ് അഭിരാമി. അഭിരാമിയുടെ ഇവരുടെ മകളായിട്ട് വരുന്നതാണ് നീള എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന പ്രീതി മുകുന്ദൻ. ഈ ഫാമിലിയുടെ പിന്നെ ഒരു ചിറ്റപ്പനും ഉണ്ട് കേട്ടോ. ഈ ഫാമിലിയുടെ ഒരു കരാട്ടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അതാണ് നമ്മളിങ്ങനെ ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സംഭവം ഇതാണ്. സിനിമയിൽ ഔട്ട് ആൻഡ് ഔട്ട് അടി തന്നെയാണ്. ഒരാൾ ഇങ്ങോട്ട് വന്ന് അടിക്കുന്നു, അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അടിക്കുന്നു. ഇതാണ് സിനിമ മൊത്തം നടക്കുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ചില ഒരു ലോജിക്കൽ ലൂപ്ഹോൾസ്, സിനിമാറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഈ സിനിമ കാണുമ്പോൾ. അതാണ് ഈ സിനിമയുടെ വേറൊരു സക്സസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ സിനിമയുടെ ആ ഒരു എൻഗേജിങ് ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളിങ്ങനെ മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്നില്ല. ആ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായി. പിന്നെ ഇതിൻ്റെ കരാട്ടെ സീക്വൻസിൽ വരുന്ന ലേഡികൾ, അതുപോലെ തന്നെ അർജുൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് നമുക്ക് വലിയ സർപ്രൈസ് അല്ല. പക്ഷേ ഇതിൽ അഭിരാമിയും ട്രെയിൻഡ് ആണ് കേട്ടോ. ട്രെയിൻഡ് അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത്രയും കരാട്ടെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഭിരാമിക്ക് ചെറുതായിട്ടൊരു ഇഫക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇഫക്റ്റും ഇല്ലാതെ വളരെ ഇത്രയും ടോപ്പായിട്ടുള്ള ബോഡി ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു ഗ്രേസ് എന്നൊക്കെ പറയുന്നത് ഇത്ര റിയലായിട്ട് സ്ക്രീനിൽ നമുക്ക് ഇങ്ങനൊരു ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ട്രസ്സായിട്ട് പ്രീതി മുകുന്ദൻ വന്നിരിക്കുന്നെന്ന് പറയുന്നത്
എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല കേട്ടോ പ്രീതിനെ. എത്ര ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. മുൻപ് പ്രീതിക്ക് കരാട്ടെ അറിയുമോ എന്ന് പോലും നമ്മൾ ശ്രമിച്ചു അറിയണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ എത്ര മാസം ട്രെയിനിങ് ആണെന്നൊന്നും അറിയില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അത്രയ്ക്കും ഒറിജിനലാണ്, റിയലാണ്, ഗ്രൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് പ്രീച്ചിങ് അല്ല കേട്ടോ, അതും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 ഡയലോഗിലൂടെയൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സംഭവമുണ്ട്. പക്ഷേ ഈ കുട്ടി വലുതായിട്ട്, ഈ നിള വലുതായിട്ട് അതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നും. എന്താണെന്നറിയില്ല, നമ്മൾ ആ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. എന്നാലോ ഇത് വലിയ സംഭവമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ ടെക്നിക്ക്, ബ്ലെൻഡ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെടുക്കാണ്ട് നോക്കി വയ്ക്കുന്ന ഒരു സിനിമയാണ് ബ്ലാസ്റ്റ്. എന്തുകൊണ്ടോ എനിക്ക് വേറെ ആരെക്കുറിച്ചും ഈ സിനിമയിൽ പറയാനൊന്നും തോന്നുന്നില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ മാഫിയയിലും കുറച്ച് ആൾക്കാർ, അവർക്കും കരാട്ടയൊക്കെ അറിയാം, അവർ നന്നായിട്ട് പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മാഫിയനെ ഈ സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയായിട്ട് എങ്ങനെ ആണ് കണക്ട് ചെയ്യിക്കുന്നത് സിനിമ എന്നുള്ളത്, അതൊക്കെ ഒരു ബ്രില്യൻസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ വളരെ കൂളായിട്ട്, വളരെ നാച്ചുറലായിട്ടാണ് ആ ഒരു കണക്ട് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റ്. നല്ല കളക്ഷനുണ്ട്. അത്യാവശ്യം ഞാനൊക്കെ പോയ തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സിനിമ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പഞ്ച് പാക്ഡ് സിനിമ കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഇടയിൽ ദൃശ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ എന്തായാലും ജീത്തു ജോസഫിനെ അഭിമാനിക്കാം. കാരണം നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ദൃശ്യത്തിന്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ബ്ലാസ്റ്റ് കാണാൻ എൻജോയ് ചെയ്യാം. വേറെ ഒന്നും പറയാനില്ല ഈ സിനിമേനെ കുറിച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.